പത്തനംതിട്ടയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ വൃദ്ധന് പരിക്കേറ്റു. കുമ്പഴ പനംതോപ്പിൽ രാവിലെ 7:15 ആക്രമണമുണ്ടായത്. കരടിക്ക് സമാനമായ വന്യമൃഗമാണ് ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പനംതോപ്പ് സ്വദേശി 75 വയസ്സുള്ള ഗോപാലനാണ് വന്യജീവിയുടെ ആക്രമണമേറ്റത്. വീടിന് സമീപത്തെ കടയിലേക്ക് രാവിലെ എത്തിയതായിരുന്നു ഗോപാലൻ. ഈ സമയമാണ് ആക്രമണമുണ്ടായത്. തലയ്ക്ക് പുറകിലും കാലിലും പരിക്കേറ്റ ഗോപാലനെ നാട്ടുകാർ ചേർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി ഗോപാലനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കറുത്ത നിറവും ദേഹത്ത് രോമവുമുള്ള മൃഗത്തെയാണ് തങ്ങൾ കണ്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എനിക്ക് കരടിയായിട്ടാണ് തോന്നിയത്. നല്ല കറുപ്പുണ്ട്, നല്ല പൂടയുണ്ട്. ഇത് വെച്ചപ്പോൾ എനിക്ക് പൂടയുണ്ടെന്നെ കാഴ്ചയിൽ എനിക്ക് അങ്ങനെ തോന്നിയത്. വനപാലകർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കരടിയാണ് ആക്രമിച്ചത് എന്നതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പരിശോധനയ്ക്ക് ശേഷം വനപാലകർ അറിയിച്ചു. ആക്രമിക്കപ്പെട്ട ആളും വ്യക്തമായി കണ്ടിട്ടില്ല. പിന്നെ ദൂരെ നിന്നൊരു ജീവി ഇങ്ങനെ പോകുന്നതായിട്ട് മാത്രമാണ് കണ്ടത്. തുടർന്ന് നമ്മൾ പ്രദേശം പരിശോധിച്ചാൽ പക്മാർക്കോ അതിന്റെ കാൽപാദങ്ങളോ മറ്റൊന്നും കരടിയുമായി ബന്ധപ്പെട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ഭീതി അകറ്റാൻ പരിശോധന തുടരുമെന്നും വനപാലകർ അറിയിച്ചു. കാട്ടുപന്നികളുടെ ശല്യം ഏറെയുള്ള സ്ഥലമാണ് പനംകുന്ന്. പനംകുന്നിൽ നിന്നും 9 കിലോമീറ്റർ ദൂരെയാണ് വനമേഖല. റിപ്പോർട്ടർ, പത്തനംതിട്ട.